ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ബികോമിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് മുഴുവനായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ ലാസ്റ്റ് മൊഡ്യൂൾ വരെ ആ ഓർഡറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ 2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ നവംബർ 2020 നടന്ന എക്സാമാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഈ സിലബസ് മാറിയതിൻ്റെ ശേഷം നടന്ന ഫസ്റ്റ് എക്സാം. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാറിയിട്ട് വീണ്ടും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, മെൻഷൻ 3 മെത്തേഡ്സ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഇപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചറിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, സോഴ്സ് ഉണ്ട്. 4 മെത്തേഡാണ് ഉള്ളത്. അതേപോലെ സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം ഉണ്ട്. ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ മെത്തേഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ലോട്ട്, ഇൻസ്റ്റാൾമെൻറ്റ്, ലംസം മെത്തേഡ്, അതേപോലെ തന്നെ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതേപോലെ കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ അങ്ങനെ ആ മെത്തേഡ്സ് അല്ലെങ്കിൽ സോഴ്സസ് ഒന്ന് നോക്കുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. അതേപോലെ ബൈ ബാക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് ഇഷ്യൂ എന്താണ്, ബോണസ് ഷെയർ എന്താണ് എന്നുള്ളത് കൂടി നോക്കാം. ദെൻ സ്റ്റേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, EPS കൂടുകയോ കുറയോ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. EPSൽ ചേഞ്ച് വരും. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ. അതാണ് ഈ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, അതേപോലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമുള്ളൂ, ഒക്കെ തിരിച്ച് കൊടുക്കുന്നത് തന്നെയാണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റീപേയ്മെൻ്റ് ആണ്. പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ റീപേയ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ്, അഡ്വാൻറ്റേജസ് ടു കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അഡ്വാൻറ്റേജസ് അത് അവർക്ക് ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്ന ഷെയറാണ് ബോണസ് ഷെയർ. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടും. പിന്നെ അപ്പോൾ അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെയാണ് പഠിക്കുക. ഓക്കെ, ദെൻ വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ബൈ ബാക്ക്, റൈറ്റ് ഇഷ്യൂ, അതേപോലെ ബോണസ് ഷെയർ. ഈ 5 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 7 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ 7ഉം ഇതിൽ നിന്നാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് റൈറ്റ് ഇഷ്യൂ ടു ദി കമ്പനീസ്. റൈറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീസിന് എന്താണ് അഡ്വാൻറ്റേജ്. ദെൻ വാട്ട് യു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. എഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ മെൻഷൻ ദ മെത്തേഡ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ദെൻ വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം. ബാങ്കിങ് എന്നുള്ളതാണ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദെൻ വാട്ട് ഈസ് ലൈഫ് ഫണ്ട് ഇൻഷുറൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. അതേപോലെ റിവിഷണറി ബോണസ് എന്താണ്. വാട്ട് ഈസ് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ, ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂളിൽ നിന്നുള്ളതാണ്. ദെൻ വാട്ട് യു മീൻ ബൈ പാരൻറ്റ് കമ്പനി. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാരൻറ്റ് കമ്പനി, സബ്സിഡറി കമ്പനി, ഗ്രൂപ്പ് കമ്പനി എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ഇനി സെക്ഷൻ ബിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നുള്ളതാണ്. ഇവിടെ 8% റിഡീം ഓഫ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. 25 ഈച്ചാണ്. അതിൽ 20 കോൾഡപ്പ് ചെയ്തിട്ടുള്ളൂ. കമ്പനി എന്ത് ചെയ്യുകയാണ്, തീരുമാനിക്കുകയാണ് ഈ പ്രിഫറൻസ് ഷെയർ 5% പ്രീമിയത്തിൽ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്.
അപ്പോൾ അതിനുള്ള ആ ഫണ്ട് കണ്ടെത്തുന്നത് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ 10 രൂപയുടെ ഇക്വിറ്റി ഷെയർ പ്രീമിയത്തിൽ 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കണ്ടെത്തുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നു. ആ റിഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിഫറൻസ് ഷെയർ പഠിച്ചവർക്ക് അത് സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, മെൻഷൻ ദ കണ്ടീഷൻ ടു ബി ഫുൾഫിൽ ദ റിഡീമിങ് ദ പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നതിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ്? നമ്മൾ സെബി ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ സെബി ഗൈഡ് ലൈൻസ് അവിടെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. സെബി ഗൈഡ് ലൈൻസ് ഓഫ് റിഡീമിങ് ഡിബഞ്ചർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, റൈറ്റ് ഇഷ്യൂ, ബൈബാക്ക്, ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കും ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂൺ ലിമിറ്റഡ് 10% 5,000 ഡിബഞ്ചർ ഓഫ് ₹10 ഈച്ച് റിഡീമബിൾ 5% പ്രീമിയം. അപ്പോൾ മൂൺ ലിമിറ്റഡ് 5,000 ഡിബഞ്ചർ 100 രൂപയുടെ 5,000 ഡിബഞ്ചർ ഉണ്ട്. റിഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിലാണ്. കമ്പനി ഈ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് 40,000 ഇക്വിറ്റി ഷെയർ 10 രൂപയുടെ 40,000 ഇക്വിറ്റി ഷെയർ 10% പ്രീമിയത്തിലും അതേപോലെ 1000 ഡിബഞ്ചർ 100 രൂപയിൽ പാറിലുമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതും ഇതേപോലെ തന്നെ 16ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഷെയർ പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ പ്രിഫറൻസ് ഷെയർ പഠിച്ചു അല്ലെങ്കിൽ റിഡംഷൻ പഠിച്ചവർക്ക് രണ്ടും ഏകദേശം സെയിം ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പേരൊക്കെ ഒന്നുകൊണ്ട് മാറ്റിയാൽ മതി. നെക്സ്റ്റ്, കമ്പനി പർച്ചേസ് ₹30,000, 6% ഡിബഞ്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ₹100 ഈച്ച്, 95 ഈച്ച് ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ആഫ്റ്റർ 6 months the debenture were cancelled. അപ്പോൾ ഇത് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്, ഇത് രണ്ടെണ്ണം ഉണ്ട്. ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിലിവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നീട് അത് ക്യാൻസൽ ചെയ്യും 6 മാസത്തിന് ശേഷം. അപ്പോൾ അത് ജേണൽ എൻട്രി എഴുതുക. ഓക്കെ, അപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ 95 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ഫണ്ട് ഓർ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുക. ബോണസ് ഇഷ്യൂ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ ഒരു 5-8 സോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ ഒരു ബാങ്കിങ്ങിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് ഓഫ് ബില്ല് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്, ബിരിൻ്റെ ബില്ല്. അപ്പോൾ 5 മാസമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ മെച്യൂരിറ്റി ഡേ എന്ന് പറയുമ്പോൾ 5 months + 3 days. അപ്പോൾ റേറ്റ് ഓഫ് ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇത് വെച്ചിട്ട് എന്താ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്രോബ്ലം ചെയ്തവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ കാണുക. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ടത് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ റവന്യൂ അക്കൗണ്ട് ഓഫ് LIC ഷോർഡ് ലൈഫ് ഫണ്ട് ഓഫ് ₹20 lakh ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ടോട്ടൽ ഓഫ് 45 lakh. അപ്പോൾ ഇത് ഒരു ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷുറൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2010 is ₹18 lakh. Net profit for the year 2011 ₹60 lakh. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് EPS കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതേപോലെ അഡ്ജസ്റ്റഡ് EPS, ഡൈലൂട്ടഡ് EPSും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ EPS കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അതാണ് EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ 2010 2011 ഒക്കെ ഡാറ്റ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, EPS ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് SA ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. സാധാരണ ഇത് അധികം നിങ്ങളുടെ ബുക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലം വളരെ തന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഒന്ന് നോക്കി പോവുക. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാകും. ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് ഇതാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടാകും. ഇൻഷുറൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ബാങ്കിങ്ങിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബാങ്കിങ്ങിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിലൊക്കെ. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് എമൗണ്ട് തന്നിട്ടുണ്ട്, അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ,
അതേപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് മാത്രമല്ല ബാലൻസ് ഷീറ്റും. അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് തന്നെയാണ്. ഷെഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെഡ്യൂൾ നിർബന്ധമായിട്ടും ബാങ്കിങ്ങിൽ നിന്ന് പഠിക്കണം. നെക്സ്റ്റ് റൈറ്റ് ഡൗൺ ദ എൻട്രി ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ പ്രോബ്ലം ചോദിക്കാറില്ല, തിയറിയാണ്. തിയറി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ജേർണൽ എൻട്രീസും പഠിച്ചു വെക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദ ലാബിലിറ്റീസ് ഓഫ് അസറ്റ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഇത് നമ്മളെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സബ്സിഡറി കമ്പനി ഉണ്ട്, അതേപോലെ പാരൻറ്റ് കമ്പനി ഹോൾഡിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മൾ ആദ്യം NCI കാൽക്കുലേറ്റ് ചെയ്യുക, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലേ? പിന്നെ പ്രീ അക്വേഷൻ, പോസ്റ്റ് അക്വേഷൻ പ്രോഫിറ്റ് ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 2021 എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. അപ്പോൾ നവംബർ 2021 നടന്ന എക്സാമാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് നവംബർ 2022 നടക്കേണ്ട എക്സാമാണ്. പക്ഷേ അത് കുറച്ച് ഡിലേ വന്നു, അതുകൊണ്ടാണ് അങ്ങനെ നീണ്ടു പോയിട്ടുള്ളത്. അപ്പോൾ നോക്കാം 2021 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. അഗെയിൻ ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. കഴിഞ്ഞ കൊല്ലം അഡ്വാൻറ്റേജ് ചോദിച്ചപ്പോൾ ഇപ്പോൾ അത് ഡിസഡ്വാൻറ്റേജ് ചോദിച്ചു. ദെൻ വാട്ട് ഈസ് ബോണസ് ഷെയർ. ഓക്കെ, ദെൻ ഡിഫൈൻ റൈറ്റ് ഷെയർ എന്താണ്. ഓക്കെ, ദെൻ മെൻഷൻ ദ സർക്കംസ്റ്റാൻസ് വിച്ച് ദ ബോണസ് ഷെയർ കനോട്ട് ബി ഇഷ്യൂഡ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്ത സർക്കംസ്റ്റാൻസസ് ഏതൊക്കെയാണ് ഉണ്ട്. അത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത്. ദെൻ സ്റ്റേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ ടു ദി കമ്പനി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ടു ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്, അപ്പോൾ ഇവിടെ ടു കമ്പനിയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വാട്ട് ഡു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 7 എണ്ണവും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസും കാര്യഗൗരവത്തോട് കൂടിയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിനെ കാണുക. ദെൻ വാട്ട് ആർ ദ നോൺ ബാങ്കിങ് അസറ്റ്. എന്താണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ NPA ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ പെർഫോമിങ് അസറ്റ് ചോദിക്കാറുണ്ട്. ഡൗട്ട്ഫുൾ അസറ്റ് എന്താണെന്നൊക്കെ ഈ 2 മാർക്കിനായിട്ട് ചോദിക്കും. ദെൻ വാട്ട് യു മീൻ ബൈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. ഇമ്പോർട്ടൻ്റ് ആണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. ദെൻ വാട്ട് ഈസ് ലൈഫ് ഫണ്ട് റിപ്പീറ്റഡ് ആണ്. വാട്ട് ഈസ് റിവിഷണറി ബോണസ്. വാട്ട് ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. എന്താണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് NCA. നെഗറ്റീവ് ഗുഡ് വില്ല് അതെന്ന് വെച്ചാൽ ഗെയിൻ ഫ്രം ബാർഗെയിനിങ് പർച്ചേസ് എന്താണ്. ദെൻ വാട്ട് ഈസ് ഡൈലൂട്ടഡ് EPS എന്താണ്. ഡൈലൂട്ടഡ് EPS പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് യു മീൻ ബൈ ഹോൾഡിംഗ് കമ്പനി. അതായത് പാരൻറ്റ് കമ്പനി ചോദിച്ചു, അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റി ഹോൾഡിംഗ് കമ്പനി എന്നുള്ളതാണ്. പാരൻറ്റ് കമ്പനിയും ഹോൾഡിംഗ് കമ്പനിയും ഏകദേശം ഒന്ന് തന്നെയാണ്, ഏകദേശം അല്ല, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന്. ഇനി നിങ്ങൾക്ക് 2 മാർക്കിനാണ് വരിക. അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇതാണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും സിമ്പിൾ നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ അങ്ങോട്ടൊക്കെ മാറ്റം വന്നേക്കാം, വരുത്തിയേക്കാം. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ബോണസ് ഷെയറിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ടിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഫണ്ടുകൾ കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൽ ഇത്ര ഫണ്ടുണ്ട്. അതേപോലെ ആ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പനി ഇത്ര പെർസെൻറ്റേജ് ബോണസ് ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഡിക്ലയർഡ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ 20% ഓൺ ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഈ 20% ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർസിൻ്റെ 20% ബോണസ് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ 60,000 ഉണ്ട്. അതേപോലെ റിസർവ് ഫണ്ടിൽ 40,000 ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. നമ്മളോട് ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒറ്റയടിക്കും വായിക്കുമ്പോൾ മനസ്സിലായിട്ടില്ല എങ്കിൽ വീണ്ടും വായിച്ചു നോക്കുക, 2 വട്ടം വായിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കത്തും. ഇനി അതേപോലെ തന്നെ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വളരെ സിമ്പിളാണ്. ആ ഒരു ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റൈറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് ഇഷ്യൂവിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് അതിൻ്റെ എന്താണെന്നത് എഴുതുക, അതിൻ്റെ മെക്കാനിസവും അതേപോലെ അതിൻ്റെ ജേർണൽ എൻട്രീസൊക്കെ എഴുതാം. ദെൻ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്
X Limited with a paid up capital of 5 lakh divided into shares of rupees 10 each fully paid had the resolve to capitalize. നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ബോണസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും രണ്ടാമത്തേതാണ് ബോണസ് ഷെയർ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബോണസ് ഷെയർ ഒന്ന് നോക്കുക. ബോണസ് ഷെയർ വാല്യൂ ഓഫ് റേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ വർഷവും 2021. അപ്പോൾ 2020 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് 2021 ചോദിച്ചിട്ടുള്ളത്. വാല്യൂഷൻ ബാലൻസ് ഷീറ്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസും എമൗണ്ടിലൊന്നും ഒരു മാറ്റമില്ല, സെയിം ക്വസ്റ്റ്യൻ. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. റവന്യൂ അക്കൗണ്ട് ഓഫ് LIC ഷോഡ് ലൈഫ് ഫണ്ട് 20 lakh, ബാലൻസ് ഷീറ്റ് ഓഫ് ടോട്ടൽ 45 lakh. എന്നിട്ട് നമ്മളോട് പാസ് നെസറി ജനറൽ എൻട്രി അബൌട്ട് ദി മെൻഷൻഡ് റീകമ്പ്യൂട്ടഡ് ദി ഫണ്ട്. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ചതേപോലെ തന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെറ്റ് പ്രോഫിറ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. EPS കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ അഡ്ജസ്റ്റഡ് EPS. എമൗണ്ടിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളൂ. രണ്ടെണ്ണമുള്ളവർക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് 2010 80 lakh, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2011 60 lakh, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 20 lakh. ബോണസ് 1/10/2021 ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2 ബോണസാണ്. ഒരു ഷെയർ ഉള്ളവർക്ക് 2 ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടിയിട്ടുണ്ടാവും. നമ്പർ ഓഫ് ഷെയർസ് കൂടുമ്പോൾ EPSൽ ചെറിയൊരു മാറ്റം വരും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് EPSും അഡ്ജസ്റ്റഡ് EPSും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റും ഡ്രോ ഫോർമാറ്റ് ഓഫ് വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫൈൻഡ് ഔട്ട് ദ എക്സസ് ലൈഫ് ഫണ്ട് ഓവർ നെറ്റ് ലാബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യൂഷൻ ഈസ് നോൺ ആസ് വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഇത് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വിവാദമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റിൽ നിന്നുള്ളതാണ്. അതേപോലെ ഡ്രോ എ ഫോർമാറ്റ് ഓഫ് വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. എ സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ദി എക്സസ് ഓഫ് ലൈഫ് ഫണ്ട് ഓവർ നെറ്റ് ലാബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യൂഷൻ ഈസ് നോൺ ആസ് വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു വിവാദമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചിലപ്പോൾ ഇനി സംഭവിക്കുമൊന്നുമില്ല. അപ്പോൾ വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് അതിൻ്റെ ഫോർമാറ്റൊക്കെ ഒന്ന് നോക്കി പോവുക. ഇനി നെക്സ്റ്റ് essay ക്വസ്റ്റ്യൻ ആണ്. essay ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ബാങ്കിങ്ങിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് റായ് ബാങ്ക് ലിമിറ്റഡ് ഫോർ ദി ഇയർ 31 March 2011. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇഷ്യൂഡ് സബ്സ്ക്രൈബ് ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് ഏൺഡ് കമ്മീഷനും അങ്ങനെ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകുമ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ വരയ്ക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി അതേപോലെ 25ാമത്തെ ക്വസ്റ്റ്യന് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ആണ്. അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ച അതേപോലെ തന്നെയാണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടാകും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അത് നോക്കുക. വളരെ സിമ്പിളാണ്. എന്തായാലും ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ CFS പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് റവന്യൂ അക്കൗണ്ട് എങ്ങനെയാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നോക്കിയിട്ട് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അത് ലാസ്റ്റ് ക്വസ്റ്റ്യന് റൈറ്റ് ഡൗൺ ദി എൻട്രീസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ഉള്ള വരുന്ന എൻട്രീസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുക, 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്. അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യനും 27ാമത്തെ ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കോർപ്പറേറ്റ് അക്കൗണ്ടിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറൊക്കെ വന്നിട്ടുള്ളൊരു വിവാദമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്രാവശ്യം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊക്കെയാണ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്തപ്പോൾ ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിനനുസരിച്ച് പഠിക്കുക, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. തിയറി പ്രോബ്ലം മനസ്സിലാവാത്തവരാണെങ്കിൽ തിയറിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.